ഇന്ന് ആദ്യം പോകുന്ന റിപ്പോർട്ടിലേക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം കോളനികൾക്ക് പകരം നഗർ എന്നൊരു പേരുമാറ്റം നടന്നു. അത് ഒരുപക്ഷെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കാണും. സംസ്ഥാനത്തെ രേഖകളിൽ കോളനികൾ എന്ന വാക്കേ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ അവിടുത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടോ എന്നൊരു സുപ്രധാന ചോദ്യമാണ്. അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഡ്രെയിനേജ് മാലിന്യത്തിന് ചുറ്റും ജീവിക്കാൻ വിധിക്കപ്പെട്ട തിരുവനന്തപുരം നഗരത്തിലെ കരിമഠം ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് ആദ്യം. കോളനികൾ എന്ന വാക്കുമാറ്റി നഗർ എന്നാക്കിയതുകൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞോ? അവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യത്തിൽ എത്രമാത്രം ഇടപെടുന്നു എന്നതിലാണ് കാര്യം. കരിമഠം എന്ന ഒറ്റ സ്ഥലം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി അവഗണനയുടെ ആഴമറിയാൻ. തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് കരിമഠം എന്ന സ്ഥലം. 5 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത്. 200-നടുത്ത് കുടുംബങ്ങളും 1000-ലധികം ആളുകളും തിങ്ങിപ്പാർക്കുന്നു. കൊച്ചുകുട്ടികളും നിരവധി. ഡ്രെയിനേജ് പൊട്ടി വീടിന് മുൻപിലൂടെ ഒലിക്കുകയാണിപ്പോൾ. പലതവണ പരാതി നൽകി. ഒരു പരാതിയും ഫലം കണ്ടില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. ഞങ്ങൾ 15 ദിവസം പോലും ആയില്ല പൈസ ചെലവാക്കി ഡ്രെയിനേജ് നന്നാക്കിയിട്ട്. ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് കോർപ്പറേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവരാരും സ്വീകരിക്കുന്നില്ല. അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റൂലെന്നാണ് പറയണത്. ഇപ്പം എൻ്റെ വീട്ടിൽ 2 രോഗികളുണ്ട്. നാറ്റം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല. അത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ വെളിയിലിട്ടാണ് വേവിക്കുന്നത്. സ്വന്തം നിലയിൽ പണം പിരിച്ച് അറ്റകുറ്റപ്പണി നടത്തി 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയപടി. നമ്മൾ കൗൺസിലറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലറുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യണം എന്നാണ് കൗൺസിലർ പറയുന്നത്. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടും, അത് ചെയ്തിട്ട് അവർ പോകും. ഇതങ്ങനെ തന്നെ കിടക്കും. എന്തുമാത്രം കുട്ടികളിവിടെ ഉള്ളതെന്നറിയാം. അവർ ഈ സ്മെല്ലിൻ്റെ ഇടയിൽ കൂടെയാണ്. നമ്മളെ വീട്ടിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്ര സ്മെല്ലാണ് ഇവിടെ. വീടിൻ്റെ മുറ്റവും പൊതുവഴിയുമെല്ലാം ഡ്രെയിനേജ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എവിടേക്ക് തിരിഞ്ഞാലും അതിൽ ചവിട്ടി വേണം പോകാൻ. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നേരിടുന്നത് സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനും ഇത് കാരണമായി. 2 അറ്റാക്ക് വന്ന ഞാനാണ്. എനിക്ക് ഈ നാറ്റം മറ്റും കാട്ടി ചുമ്മാ പൈസ പിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. നാറ്റം കൊണ്ട് സഹിക്കാൻ ഒക്കണില്ല. കുളിക വാങ്ങിക്കാനും നിവർത്തിയില്ല. അതാണ് നമ്മളിവിടെ ഇരിക്കണം. ഡ്രെയിനേജ് പൊട്ടി പറഞ്ഞാലും പറയാം അവർ പൈസ പിരിച്ച് കൊണ്ട് കൊടുക്കാൻ ചോദിക്കുമ്പം പറയും 10,000 രൂപ 15,000 രൂപ ഒക്കെ കൊടുക്കാൻ പറയും. സ്വന്തം നിലയിൽ പണി ചെയ്യാൻ കൗൺസിലർ പറഞ്ഞു എന്നാണ് ഇവരുടെ പരാതി. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് കൗൺസിലറും വിശദീകരിക്കുന്നു. ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തവർ കരാർ കാലാവധി അവസാനിച്ചു എന്നറിയിച്ചു. താൽക്കാലിക പരിഹാരമില്ലെന്നും നിലവിലെ പൈപ്പുകൾ മാറ്റി വലിയ പൈപ്പുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും നഗരസഭാ അധികാരികൾ പറയുന്നു. അതിനായുള്ള ശ്രമം നടക്കുകയാണെന്നും വിശദീകരിക്കുന്നു. ഈ ദുരിതം പേറി എത്ര കാലം ഇവിടെ കഴിയണമെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ എന്തായാലും പേര് മാറ്റിയിട്ട് നഗരെന്നോ ഉന്നതിയെന്നോ ആക്കിയിട്ട് കാര്യമില്ല. പകരം അവരുടെ ജീവിത നിലവാരമാണ് ഉയരേണ്ടത്. അതിനാണ് ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടത്. പക്ഷേ അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. അധികൃതർ കണ്ണടക്കുകയാണ്. അതിനായിട്ടാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇനിയെങ്കിലും ഇത്തരം കോളനികളിലേക്ക് ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.